VPP മുസ്തഫ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ലോക്സഭയിലേക്കാണ്, അത് വയനാട്ടിൽ നടക്കുന്നു. നമുക്ക് ചേലക്കരയിലേക്ക് ആദ്യം വരാം. ചേലക്കരയെ സംബന്ധിച്ച് ഇടതുമുന്നണിക്ക് വലിയ ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമില്ല. കാരണം അതൊരു ഇടത് കോട്ടയാണ്. കഴിഞ്ഞ 10-25 വർഷമായി കെ രാധാകൃഷ്ണൻ എന്ന ജനപ്രതിനിധി അവിടെയുണ്ട്. ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റൊന്ന് മാറ്റി ചിന്തിച്ചിട്ടില്ല വോട്ടർമാർ ഇതുവരെ. പക്ഷേ ആ സാഹചര്യം തന്നെയാണോ ചേലക്കരയിൽ ഇപ്പോഴുള്ളത്? UDF പറയുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു, എവിടെയൊക്കെ ജയിച്ചിട്ടും കാര്യമില്ല, ചേലക്കരയിൽ UDF ജയിക്കുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ വിജയമാകുന്നതെന്നാണ്. ആ കണക്കുകൂട്ടലിലായിരുന്നു UDF ക്യാമ്പിന്റെ പ്രവർത്തനം. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്ന് പറയാൻ CPIM കഴിയുമോ? CPIM-ന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതി, എല്ലാ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളെയും CPIM രാഷ്ട്രീയമായിട്ടാണ് സമീപിക്കുന്നത്. അത് ഇന്ന് മാത്രമുള്ള ഒരു പുതിയ അനുഭവമല്ല. 1951 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു. അത് തൊട്ട് ഇന്നോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെയും ഞങ്ങളുടെ ഇന്ത്യയിലെ വിപ്ലവ വഴിയിലെ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളെയും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏറ്റവും പ്രാധാന്യമുള്ള രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാടായാലും ചേലക്കരയായാലും പാലക്കാടായാലും എല്ലാം ഒരേ പ്രാധാന്യത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പ് മത്സരമാണ്. ശരി, ഒരൊറ്റ കാര്യം, അതായത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് CPIM ഏത് തെരഞ്ഞെടുപ്പിനെയും എന്നതുപോലെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനെയും കാണുന്നതെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടാൻ പോകുന്നത്? കാരണം UDF അവിടെ പറയുന്നത് വികസന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 25 കൊല്ലം ഒരേ പാർട്ടിയിൽ നിന്നുണ്ടായ ജനപ്രതിനിധി ഉണ്ടായിട്ടും ചേലക്കരയിൽ ഒരു വികസന മുരടിപ്പാണ്, അത് ചർച്ച ചെയ്യട്ടെ, അതിൽ ആളുകൾ തീരുമാനമെടുക്കട്ടെ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വെല്ലുവിളിയെ ഏറ്റെടുക്കുമോ? നിങ്ങൾ നോക്കൂ, ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ സാക്ഷാൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആയിരുന്നല്ലോ. പിണറായിയുടെ പ്രസംഗം ചേലക്കരയിൽ എന്തായിരുന്നു ഗോപികൃഷ്ണൻ? അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ ഗവൺമെന്റിന്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങളായിരുന്നില്ലേ? മഹാഭൂരിഭാഗം എണ്ണി താൻ നേതൃത്വം നൽകുന്ന LDF ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ചേലക്കരയിലാണ് അങ്ങനെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടാണ് ചേലക്കരയിലും ഞങ്ങൾ നേരിടുന്നത്. ആ വികസനം, അതിൽ വികസന രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനറായ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, താൻ കൂടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് അവിടെ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത്. ചേലക്കര മണ്ഡലത്തിലും അത് തന്നെയാണ് ഞങ്ങളുടെ അനുഭവവും നിലപാടും. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 10-20 വർഷക്കാലം ഒരു വികസനവും നടക്കാത്ത, വെറും കുണ്ടും കുഴിയും ഒരു പുരോഗതിയും ഇല്ലാത്ത അങ്ങേയറ്റത്തെ ഒരു അധകൃത നാടാണ് ചേലക്കരയെങ്കിൽ അവിടെ ഇടതുപക്ഷത്തെയും സഖാവ് കെ രാധാകൃഷ്ണനെയും അതിനിടയിൽ 2016 സഖാവ് UR പ്രദീപ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെയും എല്ലാം ചേലക്കരക്കാർ ഇങ്ങനെ കയ്യേൽക്കുമായിരുന്നു. അല്ല, ശരി ഡോക്ടർ VPP മുസ്തഫ, ഇപ്പോൾ താങ്കൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു. കാരണം താങ്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല, അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റവും അധികം യോഗങ്ങളിൽ പങ്കെടുത്തതും ഏറ്റവും അധികം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സമയം നീക്കിവെച്ചതും ചേലക്കര മണ്ഡലത്തിലാണ്. എനിക്ക് തർക്കമില്ല. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം താങ്കൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് CPIM അതിനെ കാണുന്നത് എങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിന്മേലുള്ള ജനവിധിയായി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന്? നിങ്ങൾ കാണുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സർക്കാരിൻ്റെ മൊത്തം വിലയിരുത്തലായിട്ട് മാറുമോ? കാരണം കേരള സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. എന്നാൽ ഈ നിയമസഭയിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായും കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അതൊരു പക്ഷേ കുറച്ചു മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും
പ്രതിപക്ഷവും മറ്റ് പാർട്ടികളും കേരള ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ വിശദീകരണങ്ങളിൽ ദേശീയ രാഷ്ട്രീയം പറഞ്ഞതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ചുറ്റമ നയവും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ, വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരുടെ ബോധ്യങ്ങളിൽ അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല.